അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞങ്ങൾ അജ്മീർ യാത്രയിലെ പഞ്ചാബിലുള്ള വാഗ ബോർഡറിലെ സംയുക്ത, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബോർഡർ പങ്കിടൽ സെറിമണിയാണ്. അതിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഒരുവിധം കുട്ടികളോടൊക്കെ ഡാൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ഗാനത്തിന് ചുവട് വെച്ചുകൊണ്ടാണ് ഇവർ ഈ നൃത്തം കളിക്കുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മ്യൂസിക് ഇതിലിടാത്തത്. അപ്പോൾ നമ്മൾ ഈ വാഗ ബോർഡറിനെ കുറിച്ചുള്ള ചെറിയൊരു ചരിത്രത്തിലോട്ടിൽ കടക്കാം കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് വാഗ. ഇരു രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പാതയുള്ള ഏക സ്ഥലം. പഞ്ചാബിലെ അമൃത്സറിനും പാകിസ്ഥാനിലെ ലാഹോറിനും ഇടയിലുള്ള ഗ്രാൻഡ് ട്രാങ്ക് റോഡിലാണ് വാഗ അതിർത്തി നിലകൊള്ളുന്നത്. ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്നും ഇതിനെ വിളിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പോസ്റ്റുകളിൽ നടക്കുന്ന പതാക താഴ്ത്തൽ ചടങ്ങ് എന്ന് ലളിതമായി വാഗ അട്ടേരി ബോർഡർ സെറിമണിയെ വിശേഷിപ്പിക്കാം. ഇരു രാജ്യങ്ങളിലെയും ആളുകൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ചടങ്ങുകളിൽ ഒന്നാണിത്. 1959 മുതൽ മുടക്കമില്ലാതെ നടത്തുന്ന ഈ ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്. ഓരോ രാജ്യസ്നേഹിയുടെയും ചരിത്രത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടത്തെ ചടങ്ങുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാക്ഷ്യം വഹിക്കേണ്ടതാണ്. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും ഉയർത്തിയിരിക്കുന്ന പതാക ഗേറ്റ് തുറന്ന് താഴെ ഇറക്കുന്ന ചടങ്ങാണ് വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ചേർന്ന് നടത്തുന്ന ചടങ്ങ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുന്നു. ചരിത്രം വിഭജിച്ച അതിർത്തിയിൽ നിന്ന് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക എന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ചടങ്ങിന് തൊട്ടു മുൻപ് ഇരു രാജ്യങ്ങളിലൂടെയും അതിർത്തിയിൽ നിന്നും ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. അതിനുശേഷം രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികളായി ഓരോ പട്ടാളക്കാർ വീതം മാർച്ച് ചെയ്ത് ഗേറ്റിനടുത്തെത്തുന്നു. മേലാധികാരിയിൽ നിന്ന് സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അതിർത്തിയിലെ ഗേറ്റ് തുറക്കുന്നു. ഈ സമയം രണ്ടു രാജ്യക്കാർക്കും പരസ്പരം കാണാം. അന്നേരത്തേക്കും രണ്ട് പതാകകളും ഒരുപോലെ താഴേക്ക് ഇറക്കുകയും മടക്കി അതാത് ഓഫീസുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഗേറ്റുകൾ അടയ്ക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ വാഗ അതിർത്തി ചടങ്ങിൽ സംഭവിക്കുന്നത്. അതിർത്തിയിലെ ചടങ്ങുകൾ കാണാനെത്തുന്നവർക്ക് അതാത് രാജ്യങ്ങളുടെ ഗാലറിയിലാണ് ഇരിപ്പിടം സജ്ജമാക്കിയിരിക്കുന്നത്. പ്രത്യേക സിറ്റിംഗ് സംവിധാനമില്ലാത്തതിനാൽ ആദ്യമെത്തുന്നവർക്ക് മികച്ച കാഴ്ച ഉറപ്പാക്കുന്ന സീറ്റുകൾ കിട്ടും. വേനൽക്കാലത്ത് വൈകിട്ട് 5:15 മഞ്ഞുകാലത്ത് വൈകിട്ട് 4:15 ഈ ചടങ്ങ് നടത്തുന്നത്. ചടങ്ങിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ എത്തിച്ചേരണം. സുരക്ഷാ പരിശോധനയും ബാഗ് ഏൽപ്പിക്കലും ഇവിടെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. എന്നും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. അതിർത്തിയിൽ എത്തിച്ചേരുവാൻ സാധാരണ അമൃത്സറിലെ സുവർണക്ഷേത്രം കണ്ട് വാഗ അതിർത്തിയിലേക്ക് പോകുന്ന വിധത്തിലാണ് സഞ്ചാരികൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നും ധാരാളം ടാക്സി സർവീസുകൾ വാഗ അതിർത്തിയിലേക്ക് നടത്തുന്നുണ്ട്. 1 മണിക്കൂർ സമയം മതി എത്തിച്ചേരുവാൻ. ടാക്സിയിൽ കൊണ്ടുപോയി തിരികെ അമൃത്സറിലെത്തിക്കുന്ന ഒരാൾക്ക് 250 രൂപ നിരക്കിലാണ് ടാക്സി ഡ്രൈവർമാർ ഈടാക്കുന്നത്. അതിർത്തിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള അട്ടേരി റെയിൽവേ സ്റ്റേഷനെയും യാത്രക്കായി ആശ്രയിക്കാം. 75ാം സ്വാതന്ത്ര്യ ദിനം പിന്നിട്ട വഴികളും അപൂർവതകളും ഇന്നലകളിലൂടെ.
ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയായ വാഘ അതിർത്തിയിൽ ദിനവും വൈകിട്ട് ഇരു ഗേറ്റുകളും തുറന്ന് പതാക ഇറക്കുന്ന ചടങ്ങാണ് വാഘ അതിർത്തിയിലെ ബീറ്റ് റിട്രീറ്റിംഗ് അഥവാ വാഘ ബോർഡർ സെറിമണി എന്നറിയപ്പെടുന്നത്. പരേഡ് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ വാഘ അതിർത്തിയിൽ എത്തിച്ചേരുന്നു. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 ആണ് ബീറ്റിംഗ് റിട്രീറ്റ് ആരംഭിക്കുന്നത്. ശൈത്യകാലത്ത് ഇത് 4 മണിക്കാകുന്നു. സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശന കവാടത്തിൽ തന്നെ ചെക്കിങ്ങും മറ്റുമായി 45 മിനിറ്റോളം ചെലവാക്കേണ്ടി വരുമെന്നതിനാൽ ചടങ്ങിന് വീക്ഷിക്കുന്നവർ 1 മണിക്കൂർ നേരത്തെങ്കിലും എത്തിച്ചേരേണ്ടി വരും. ഇന്ത്യയുടെ BSF സൈനികരും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സൈനികരുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങ് ആരംഭിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പേ ഹിന്ദുസ്ഥാൻ ഹമാർ രഹോ, ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, സാരേ ജഹാം സെ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര എന്നീ ദേശഭക്തി ശ്ലോകങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ പുറത്തുവരുന്നു. തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ സിന്ദാബാദ് തുടങ്ങിയ ശ്ലോകങ്ങൾ പുറത്തുവരുന്നു. ഇതിനുശേഷം 2 ജവാന്മാർ ദൂരെ നിന്നും ചടുലമായ കാൽവെപ്പുകളോടുകൂടെ മാർച്ച് ചെയ്തു വന്ന് ഗേറ്റിനടുത്തെത്തി നിൽക്കുന്നു. കാൽ നെറുകയിൽ തൊടും വിധം ഉയർത്തി ശക്തിയായി തറയിലിടിച്ച് അവർ മേലധികാരികളുടെ കയ്യിൽ നിന്നും സല്യൂട്ട് സ്വീകരിക്കുന്നു. പാകിസ്ഥാനും ഇതേ പരേഡുകൾ ആവർത്തിക്കുന്നു. തുടർന്ന് ഗേറ്റ് തുറക്കുന്നു. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പരസ്പരം നോക്കി കൈപൊക്കി സൗഹൃദം പങ്കിടുന്നു. പിന്നീട് മുഗൾ വാദ്യത്തിന്റെ അകമ്പടിയോടെ 2 പതാകകളും ഒരേ സമയം താഴോട്ട് ഇറക്കുന്നു. പതാകകൾ ഇറക്കുന്ന കൊടിമരത്തിന്റെ എതിർവശത്തു നിന്നാണ് പതാകകൾ ഇറക്കി ഭദ്രമായി മടക്കി ആദരപൂർവ്വം അവരവരുടെ കെട്ടിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഗേറ്റുകൾ അടക്കുകയും ചെയ്യുന്നതോടെ ചടങ്ങ് അവസാനിക്കുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള ഒരു മുറിച്ചുകടക്കൽ പാത കടന്നു പോകുന്ന അതിർത്തി പ്രദേശമാണ് വാഘ. ഭാരതത്തിലെ അമൃത്സറിന്റെയും പാകിസ്ഥാനിലെ ലാഹോറിന്റെയും ഇടയിലുള്ള ഗ്രാൻഡ് ട്രാങ്ക് റോഡിലാണ് ഇതിന്റെ സ്ഥാനം. വാഘ എന്നത് ഒരു ഗ്രാമം കൂടിയാണ്. അതിലൂടെയാണ് വിവാദ റാഡ് ക്ലെഫ് രേഖ കടന്നു പോകുന്നത്. 1947 സ്വാതന്ത്ര്യ സമയത്താണ് വാഘ 2ആയി ഭാഗിച്ചത്. ഇന്ന് കിഴക്കൻ വാഘ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ വാഘ പാകിസ്ഥാന്റെയും ഭാഗമാണ്. ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന വാഘ അതിർത്തിയിൽ എല്ലാ ദിവസവും പതാക താഴ്ത്തൽ എന്ന ചടങ്ങ് നടന്നുവരുന്നു. ഈ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയുടെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെയും അത്യുജ്വലവും ആവേശഭരിതവുമായ സൈനിക പരേഡുകൾ നടക്കാറുണ്ട്. ഈ പരേഡ് അല്പം ശത്രുതയും ആക്രമണ സ്വഭാവവും പുലർത്തുന്നതായി വിദേശികൾക്ക് അനുഭവപ്പെടാമെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ചക്കാരായി സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ജനക്കൂട്ടങ്ങൾക്ക് വിനോദത്തിൻ്റെ രസക്കാഴ്ചകൾ ഒരുക്കുന്നതാണ് ഈ പരിപാടി. ഇരു രാജ്യങ്ങളിലെയും സൈനിക വിഭാഗം വർണ്ണാഭമായ തലപ്പാവുകളോടുകൂടി സൈനിക വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിരിക്കുക. ദൈനംദിന കാര്യങ്ങൾക്കായി ചിലപ്പോൾ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ എതിർ രാജ്യത്തിൻ്റെ ആഫീസുകളിൽ എത്താറുണ്ട്. വർഷങ്ങളായി വാഘ അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു ബാരോമീറ്ററായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഓരോ ഇന്ത്യക്കാരനെയും അഭിമാന പുളകിതനാകുന്ന നിമിഷങ്ങളായിരിക്കും ആ 45 മിനിറ്റിൽ നടക്കുക. വാഘ അതിർത്തിയിലെത്തി അവിടുത്തെ ചടങ്ങുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കണം ഇക്കാര്യങ്ങൾ.
രണ്ട് ഗേറ്റുകൾ, ഇപ്പുറത്ത് ഗേറ്റിൽ ഇന്ത്യൻ സേന, അപ്പുറത്ത് പാകിസ്ഥാൻ സേന. ഇരു സൈനികരും സംയുക്തമായി ചില ചടങ്ങുകളും പരേഡുകളുമൊക്കെ നടത്തുന്നു. ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്താറുള്ളത്. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഗാലറികൾ ജനം നിറയുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സംഭവമാണിത്. എവിടെയാണ് ഈ അതിർത്തി? അമൃത്സറിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് വാഘ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. ലാഹോറിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാകട്ടെ 22 കിലോമീറ്ററും. അമൃത്സറിനും ലാഹോറിനും പഞ്ചാബിനും ഇടയിലൂടെ കടന്നു പോകുന്ന ഗ്രാൻഡ് ട്രാങ്ക് റോഡിലാണ് വാഘ അട്ടേരി അതിർത്തി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പട്ടാളക്കാർ നടത്തുന്ന വിടവാങ്ങൽ ചടങ്ങ് നടക്കാറുണ്ട്. ചടങ്ങിൽ ഇരുവരുടെയും അന്താരാഷ്ട്ര ഗേറ്റുകൾ അടയ്ക്കുന്നു. ഒപ്പം പതാകകളും താഴ്ത്തും. 1959 മുതൽ ഇന്ത്യയുടെ BSFും പാകിസ്ഥാൻ റേഞ്ചേഴ്സും ഈ ചടങ്ങ് നടത്തി വരുന്നുണ്ട്. അന്നേ ദിവസത്തേക്ക് അന്താരാഷ്ട്ര അതിർത്തികൾ അടച്ചിടാനും പതാകകൾ താഴ്ത്താനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. പതാകകൾ താഴ്ത്തി അവ മടക്കിയതിനു ശേഷം ഇരുവരും തമ്മിൽ കൈകൊടുത്ത് പിരിയുന്നു. ഒപ്പം ഇരു ഗേറ്റുകളും അടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള ഒരു ചടങ്ങായി പിന്നീട് മാറുകയായിരുന്നു. അതിർത്തിയിലെ പട്ടാളത്തിന്റെ ചടങ്ങുകൾ കാണണമെങ്കിൽ ഗാലറിയിൽ കൃത്യമായ സീറ്റ് തന്നെ ലഭിക്കണം. ഇതിന് മറ്റൊന്നും ചെയ്യാനില്ല. നേരത്തെ എത്തുക എന്നത് തന്നെയാണ് മാർഗം. ആദ്യം വരുന്നവർക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കാം. വൈകുന്നേരം 3 മണിക്ക് മുമ്പ് വാഘ അതിർത്തിയിൽ എത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം. സെക്യൂരിറ്റി പരിശോധനകൾ കഴിഞ്ഞ് ബാഗേജ് ഏൽപ്പിക്കാനും മറ്റുമൊക്കെ സമയമെടുക്കും. ഇതാണ് നേരത്തെ തന്നെ എത്തിച്ചേരാൻ നിർദ്ദേശിക്കുന്നത്. പിന്നിൽ വേനൽക്കാലമാണെങ്കിൽ ചടങ്ങുകൾ 5:15 ആരംഭിക്കും. മഞ്ഞുകാലത്ത് 1 മണിക്കൂർ മുൻകൂട്ടി 4:15 തന്നെ ചടങ്ങ് ആരംഭിക്കും. 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരിക്കും പരേഡുകൾ. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഇവിടേക്ക് പ്രവേശനമുണ്ടാകും. അമൃത്സറിലെത്തിയിട്ടാണ് വാഘ അതിർത്തിയിലേക്ക് പോകേണ്ടത്. റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ വിമാനമാർഗമോ അമൃത്സറിൽ എത്തിച്ചേരാം. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അമൃത്സർ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. ഇവിടെ നിന്ന് 11 കിലോമീറ്റർ യാത്ര ചെയ്താൽ അമൃത്സറിലെത്താം. നഗരത്തിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് ധാരാളം ടാക്സികൾ ലഭിക്കുന്നു. ഡൽഹി, മുംബൈ, ജയ്പൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് അമൃത്സറിലേക്ക് ട്രെയിനുകളും ലഭ്യമാണ്. ചണ്ഡീഗഡ്, ഡൽഹി, ഷിംല, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് മാർഗവും ബുദ്ധിമുട്ടേണ്ടതും കൂടാതെ എത്തിച്ചേരാം. ഗോൾഡൻ ടെമ്പിൾ ഗേറ്റിൽ നിന്ന് വാഘ അട്ടേരി അതിർത്തിയിലേക്ക് ഏകദേശം 35 കിലോമീറ്റർ ദൂരം വരും. ഷെയർ ടാക്സിയെ ആശ്രയിക്കാം. വൺ വേ റോഡിനായി 100 മുതൽ 120 രൂപ ഈടാക്കും. അതിർത്തിയിലെത്താൻ 1 മണിക്കൂർ സമയമെടുക്കും. വാഘ അതിർത്തിയിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബോർഡറിലെ അതിമനോഹരമായ പരേഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരേഡിൽ വ്യത്യസ്ത ശൈലികളിൽ ഇവർ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകതരം ഈ ഒരു പ്രത്യേകതരം സൗണ്ട് പുറപ്പെടുവിക്കുന്നൊക്കെ നമുക്ക് കാണാം. പതാക താഴ്ത്തൽ ചടങ്ങിന് ആവുന്നുള്ളൂ. ഗേറ്റ് തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്നുണ്ട്. 2 പട്ടാളക്കാരൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഗേറ്റൊക്കെ തുറക്കൂട്ടോ. അത് തുറന്നതിന് ശേഷം ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പതാകയൊക്കെ ഉണ്ട്. ആ പതാക താഴ്ത്തി അവർ ഭദ്രമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ മടക്കി അത് തിരിച്ച് അവർ ഇന്ത്യയുടെ ആണെങ്കിൽ ഇന്ത്യയുടെ ഓഫീസിലോട്ടും പാകിസ്ഥാൻ്റെ ഓഫീസിലും കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിക്കും. അതേമാതിരി പിറ്റേന്ന് ഇതേ പരിപാടി പിന്നെയും ആവർത്തിക്കും. ഇങ്ങനെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇതിന് ആദ്യം എത്തുന്നവർക്ക് എവിടെയാണോ സൗകര്യം അവിടെ പോയി വീക്ഷിക്കാം. ഈ ഗാലറിയുടെ വലത് ഭാഗത്താണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് വെയിൽ, അതികഠിനമായ വെയിൽ കാണാം. ഇടത് ഭാഗത്താണെങ്കിൽ നമുക്ക് വെയിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇതാണ് ആ പ്രത്യേകതരം സൗണ്ട്. അതിന് പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള ഈ പട്ടാളക്കാരുടെ പരേഡ് നമുക്ക് കാണാം. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം
കൊള്ളുന്ന ഒരു നിമിഷം തന്നെയാണിത്. രണ്ട് രാജ്യങ്ങളുടെയും പട്ടാളക്കാർ അവരുടേതായ ശൈലിയിൽ പ്രത്യേകം നമുക്ക് ഒരു വിദ്വേഷം തോന്നത്തക്ക രീതിയിലാണ് അവരുടെ പ്രകടനം നമുക്ക് കാണുന്നത്. പ്രത്യേകം ഒരു എന്തോ ഒരു വൈരാഗ്യം, നമ്മുടെ ഭാഗത്ത് പവർ ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ അവർ കാണിക്കാം. ഞങ്ങളുടെ ചവിട്ടിത്താഴ്ത്തും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താ, നമുക്ക് ആ ആംഗ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇങ്ങനെ അനുഭവപ്പെടാം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇനി അടുത്ത വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചാബിലെ തന്നെ ഗോൾഡൻ ടെമ്പിളാണ് കാണാൻ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം 6 മണിക്കാണ് തിരിച്ച് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത്. ഗോൾഡൻ ടെമ്പിൾ ഇവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ രാത്രി കാഴ്ചയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ഗോൾഡൻ ടെമ്പിളിലാണ്. അതിനുശേഷം ഞങ്ങൾ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. ഡൽഹി നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണാം, അതുപോലെ തന്നെ ഡൽഹി ജുമാ മസ്ജിദ് കാണുന്നുണ്ട്, അങ്ങനെ പല കോട്ടകൾ കാണുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കുന്നത്. ഏതാനും എപ്പിസോഡുകൾ കൂടി നമ്മുടെ ഈ അജ്മീർ യാത്രയിലെ വീഡിയോ അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ പ്രത്യേക ചടങ്ങ് അല്പം കൂടി വീക്ഷിച്ച് വരാം. തിരിച്ച് ഞങ്ങൾ പോരുന്ന വഴിയരികിലെ കാഴ്ചയൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. Hindustan! Hindustan!
എല്ലാരും പോയില്ലേ? ഫ്ലൈറ്റ് അപ്പൊ ബി എസ് എഫിന്റെ പരിപാടി കഴിഞ്ഞ് പോവാണ്. ഞങ്ങള് കഴിഞ്ഞ സ്റ്റെപ്പില് പോവാണല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അല്ല, റൂമിൽ പോകും. റൂമിൽ നിന്ന് രാത്രി 11 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങും. ട്രെയിനാണ്. അങ്ങനെയാണ് നേരെ പോകുന്നത് ഡൽഹിക്കാണ്. ഇന്ത്യ ഗേറ്റ്, താജ്മഹല്, ചെങ്കോട്ട എല്ലാം കണ്ട് തിങ്കളാഴ്ച രാവിലെ ഞങ്ങള് രാത്രി നാട്ടിലെത്തും. അതായത് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ആഗ്ര താജ്മഹൽ കൊണ്ട് കണ്ടിട്ടാണ് വൈകിട്ടാണ് ഞങ്ങളെ ട്രെയിൻ അല്ലേ? അപ്പൊ ഇനി നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ പഞ്ചാബിൽ ബോർഡർ ഒന്ന് കണ്ട് ഈ വാഗ അതിർത്തിയിലെ ഈ പരേഡ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതായത് ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും ഒരേ ടൈമിൽ ആ ഗേറ്റ്, അടക്കപ്പെട്ട ഗേറ്റ് തുറക്കുന്നത് ഭയങ്കര എന്ത് പറയാ, അതിഭയങ്കരമായ ഒരു സംഭവം തന്നെയാണ്. കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. അപ്പൊ പൊരി നമ്മൾ മേടിച്ചില്ലാറുണ്ടല്ലേ? പൊരിയാണ് ഇവിടെ, ചൂടുള്ള പൊരി ബായും കൂടി ഉണ്ട്. എത്രയാണ്? 30 റുപ്യ. കഴിച്ചോളൂ. कितने का भाई? 400. 400. ये इसको वो साइकिल वाला तो देखते हैं कितने का है। साइकिल वाला 400 का भी। तो आपसे मिल जाएगा। एक सेकंड। 400. हाँ भैया, इसको कितने? ये 100 रुपए का है। हाँ कितना? 400. दिखाइए भैया QR। ചെങ്കോട്ട. മൊത്തം അത് കണ്ടുപോവാ. ആ ഒരു സെക്കൻഡ് മാറ്റിട്ടുണ്ട്. മണിക്കൂർ പരിപാടി ആകല്ലേ? साल का कितना है? कितने का साल का? 100 रुपए का जमा में 100 रुपया. 100 रुपया. 100 रुपए अब आएगा यार. बोतल लगता. അയിമലോ? ആ ചായയും പഞ്ചുണ്ട്. തിരിഞ്ഞിങ്ങനെ കയറി.
ഈ ഐക്കിലെ ഇതാണ് ഇതാ സംഭവം. ഇന്നിപ്പോ ടൂറിസ്റ്റ് ബസ് കാണാനായിട്ട് വന്നതാ. മറ്റേ വിലയും ഇപ്പൊ ഇയാൾ കൊണ്ടുവന്ന മാതിരി പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്നുകൊണ്ടേ ഇവിടെ എല്ലാ സ്ഥലവും കാണുന്ന വീട്ടിലുണ്ടാവും. ഒരു പൈസ മുടക്കില്ലല്ലേ. കിടക്ക് ബൈക്കാണ്. ഇതിന് മുന്നേ പോട്ടോ അഞ്ഞു മതി. ഒരുപാട് സൈക്കിൾ റിക്ഷകൾ ഒക്കെ സവാരിയൊക്കെ പോകല്ലേ. ഇവിടുന്നാണ്ട് ബസ് സ്റ്റാൻഡ് ബസ് പിന്നെ ബസ്സിനോട് ഹലോ 100 रुपये।